ഉമ്മത്ത് സയ്യിദിന മുഹമ്മദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിൻ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, കുട്ടികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പരിശുദ്ധവും പരിഭാവനവുമായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദരമായ മാസത്തിൽ വീണ്ടും ഇവിടെ ഒരുമിച്ചുകൂടാൻ സൗഭാഗ്യം നൽകിയ അള്ളാഹുവിന് ആദ്യമായി സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. അല്ലാഹു തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും എല്ലാം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ അസുഖങ്ങളിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും അസുഖങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുകയും മാരകമായ രോഗങ്ങളിൽ നിന്ന്, അത്രയും വിപത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ നിഅമത്തുകൾ എടുത്തു പറയുന്ന ഒരു സൂറത്ത് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ ആദ്യ ഭാഗം അഥവാ സൂറത്തു ശറഹ്, സൂറത്തു അലം നശ്റഹ് അല്ലെങ്കിൽ സൂറത്തു ശറഹ് എന്ന് പറയുന്ന സൂറത്ത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു നൽകിയ നിരവധി അനുഗ്രഹങ്ങൾ അത് എടുത്തു പറയുന്ന ഒരു സൂറത്താണ് സൂറത്തു ശറഹ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. സൂറത്തു ശറഹിന്റെ ആദ്യ ഭാഗങ്ങൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച തമ്പുരാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. സൂറത്തിലേക്ക് നമ്മൾ വരികയാണ്. അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക്. അല്ലാഹു നൽകിയ ഒന്നാമത്തെ അനുഗ്രഹം ഇതാണ്. നബിയെ, അങ്ങയുടെ നെഞ്ചകത്തെ അങ്ങേക്ക് നമ്മൾ വിശാലമാക്കി തന്നില്ലയോ? അത് ആ ആയത്താണ് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത്. രണ്ടാമത് ആയത്തിലൂടെ പടച്ച തമ്പുരാൻ പറയുന്നു, വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖള ലഹ്റക്. അങ്ങയുടെ മുതുകിനെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ മുതുകിനെ ഞെരുക്കിക്കളയുന്ന, അല്ലെങ്കിൽ അങ്ങയുടെ മുതുകിനെ പ്രയാസപ്പെടുത്തി കളയുന്ന, അല്ലെങ്കിൽ ഒടിച്ചു കളയുന്ന പാപത്തെ അല്ലെങ്കിൽ ഭാരത്തെ അങ്ങേക്ക് നാം ഇറക്കി വെച്ച് തന്നില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഭാരം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭാരമുണ്ടായത്, അല്ലെങ്കിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ വിസ്ർ അഥവാ പാപമോ അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ള പാപം അല്ലെങ്കിൽ ഭാരം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാപം ഉണ്ടോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രയാസമായിരുന്നു, ഒരു ഭാരമായിരുന്നു. എന്ത്? ഹിറാ ഗുഹയിൽ നിന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് ലഭിച്ചു.
നേരെ വന്നു സ്വന്തം വീട്ടിലേക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേറ്റെടുത്തിട്ടാ വന്നിരിക്കുന്നത്? വലിയ ഒരു ഭാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഹിറാ ഗുഹയിൽ നിന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്നത്. അഥവാ വലിയൊരു ഉത്തരവാദിത്വം. ഈ മക്കയിലുള്ള ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലയെ പരിചയപ്പെടുത്തണം. ഇത് വലിയൊരു ഭാരമാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം മക്കയിൽ ഏറ്റവും പ്രതികൂല സാഹചര്യമാണ്. കാരണം ഒരുപാട് ഇലാഹുകൾക്ക് ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തോടാണ് ഞാൻ പറയേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. 300 ചില്ലാനം കുട്ടിദൈവങ്ങളെ പൂജിക്കുന്ന ആളുകളോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ പോവുകയാണ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു, അല്ലാഹു സമദാകുന്നു, അവൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അവനെ ആശ്രയിക്കുന്നവനാകുന്നു. അപ്പൊ എല്ലാവരും അല്ലാഹുവിനെ ആശ്രയിക്കുന്നവനാണ്, അവൻ ഏകനാണ്. ഇന്ന് വരെ നിങ്ങൾ ആരാധിച്ചിരുന്ന എല്ലാ ദൈവങ്ങളെയും നിങ്ങൾ തള്ളിപ്പറയുകയും ഏകനായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക നിവാസികളോട് അവതരിപ്പിക്കണം. അല്ലാഹുവേ, ഇത് എങ്ങനെ അവതരിപ്പിക്കും? ഇത് വലിയൊരു ദൗത്യമാണല്ലോ. അപ്പൊ ഇത് വലിയൊരു ഭാരമാണ്. ഈ വലിയ ഒരു ഭാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഈ ഭാരവുമായിട്ടാണ് ഹിറാ ഗുഹയിൽ നിന്ന് വന്നത്. അതുകൊണ്ടാണ് പനി പിടിച്ചതും, അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് പറഞ്ഞതും, സമ്മിലൂനി ഖദീജ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിച്ചു തരുന്നുണ്ടോ, വല്ലാതെ പനിക്കുന്നു ഖദീജ എന്ന് ബീബി റളിയല്ലാഹു അൻഹയോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേടി അല്ലെങ്കിൽ ഭയം പിടിപെടാനുള്ള കാരണം ഇതായിരുന്നു. വലിയൊരു ഉത്തരവാദിത്തമാണ് ഹിറാ ഗുഹയിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് എനിക്ക് നിർവഹിക്കാൻ കഴിയുമോ? അതും ഈ പ്രതികൂല സാഹചര്യത്തിൽ. അഥവാ ഈ മക്കയുടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ ഇതിന് തരണം ചെയ്യണം. ഇതെനിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇത് ഞാൻ ഏറ്റെടുത്ത് ഞാനിത് നിർവഹിക്കുമ്പോൾ മക്കക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭയം വന്നുകൊണ്ട് പേടി കുടുങ്ങിയത്. അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ഖദീജ സമ്മിലൂനി ഖദീജ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേടിയുണ്ടായത്. സത്യത്തിൽ ഈ പേടി അല്ലാഹു തആല ഇല്ലായ്മ ചെയ്തു. അതുകൊണ്ട് വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖദ ലഹ്റക, അങ്ങയുടെ മുതുകിനെ ഞെരുക്കിക്കളയുന്ന അല്ലെങ്കിൽ അങ്ങയുടെ മുതുകിനെ ഒടിച്ചു കളഞ്ഞിരുന്ന ഈ പാപം അല്ലെങ്കിൽ ഭാരം നബിയെ നമ്മൾ ഇറക്കി വെച്ചില്ലേ, നമ്മൾ താഴ്ത്തി വെച്ചില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയൊരു നിഅമത്ത്. രണ്ടാമത്തെ നിഅമത്ത്, ഒന്ന് നെഞ്ചകം വിശാലമാക്കി കൊടുത്തു എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ പുണ്യവചനം ഏറ്റെടുക്കാൻ ആളില്ലാതെ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരുപരുത്ത നമ്മളെ പോലുള്ള സ്വഭാവക്കാരനാണെങ്കിൽ ലൻ ഫല്ലൂ മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റും പിന്നെ ആളുണ്ടാകൂല, ഇത് സ്വീകരിക്കാൻ ആളുണ്ടാകൂല. അതുകൊണ്ട് മനസ്സ് ആദ്യം പാകപ്പെടുത്തണം. മനസ്സാദ്യം പാകപ്പെടുത്തി കൊടുത്തു അല്ലാഹു തആല. രണ്ടാമത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയേണ്ട വിഷയമാണ്. ഇത് പേടിക്കേണ്ട വിഷയമല്ല. ഇതവർ കുട്ടി ദൈവങ്ങളെ പൂജിക്കുന്നവരാണെങ്കിലും 300 ചില്ലാനം ദൈവങ്ങളെ പൂജിക്കുന്നവരാണെങ്കിലും അവരോട് ധൈര്യമായിട്ട് പറയണം, ഇതൊന്നും ദൈവങ്ങളല്ല, ഇതൊന്നും അല്ലാഹുവല്ല, ഇതൊന്നുമല്ല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങയെ ഏതെങ്കിലും നിലക്കുള്ള ഭയം അങ്ങ് പിടികൂടിയിട്ടുണ്ടോ, ആ ഭയമെല്ലാം അല്ലാഹു തആല നബിയെ അങ്ങേക്ക് താഴ്ത്തി വച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊരു അർത്ഥം വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖദ ലഹ്റക, അങ്ങയുടെ മുതുകിനെ ഒടിച്ചു കളഞ്ഞിരുന്ന പാപം അങ്ങേക്ക് അല്ലാഹു തആല താഴ്ത്തി വെച്ചിരിക്കുന്നു, ഇറക്കി വെച്ചിരിക്കുന്നു. ഒരിക്കലും അങ്ങേക്ക് പാപമില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറിയ പ്രായത്ത് പോലും ഒരു പാപവുമില്ല. എന്തുകൊണ്ട് പാപം പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു പാപവും ചെറിയ കാലത്തിൽ പോലും കുഞ്ഞുനാളിൽ പോലും സംഭവിച്ചതായിട്ട് അറിവില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ കഅബാലയം പണിയാൻ വേണ്ടി മക്കയിലെ ഖുറൈശികളുടെ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളോടുകൂടെ അവര് കല്ലുകൾ ചുമന്നു കൊണ്ടുവരുമായിരുന്നു. കഅബാലയം പുതുക്കി പണിയാൻ വേണ്ടി, കഅബാലയം പണിയാൻ വേണ്ടി കല്ലുകൾ ചുമന്നുകൊണ്ടുവരുമ്പോ ഞാനും കൂട്ടത്തിൽ അവരോടുകൂടെ കല്ലുകൾ ചുമന്നുകൊണ്ടുവന്നിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് മുൻപന്തിയിലായിരുന്നു എന്നർത്ഥം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മൈനസും പറയാനില്ല. എല്ലാ വിഷയത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ പോലും 100 മാർക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം നാട്ടുകാരാണ് ആദ്യം അംഗീകരിച്ചത്. അൽ അമീൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചത് സ്വന്തം നാട്ടുകാരാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ പ്രായത്തിൽ പോലും സാധാരണ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏതെങ്കിലും നിലക്കുള്ള ഒരു വീഴ്ച പോലും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. അപ്പം മക്ക ഖുറൈശികളെ പുരുഷന്മാരായിരിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളോടുകൂടെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയം പണിയുന്നതിന് വേണ്ടി കല്ലുകൾ ചുമന്നുകൊണ്ടുവരുമായിരുന്നു. ചുമലിൽ ചുമന്നുകൊണ്ടുവരുമായിരുന്നു നബിയുനാ റസൂലുള്ളാഹി. സത്യത്തിൽ മക്കയിലെ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളൊക്കെ കല്ലുകൾ ചുമന്നുകൊണ്ടുവരുന്നത് കല്ലിന്റെ കനം ഏൽക്കാതിരിക്കാൻ വേണ്ടി അവരുടെ അരമുണ്ട്, അവരുടെ ഡ്രസ്സ് അഴിച്ച് അത് തോളിലിട്ട് അതിന്റെ മീതെ കല്ല് വെച്ചിട്ടായിരുന്നു. അഥവാ ഔറത്ത് നഗ്നത കാണിച്ചായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത് എന്നർത്ഥം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറിയ പ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നർത്ഥം. നഗ്നത കാണിച്ച് തന്റെ അരമുണ്ട് അല്ലെങ്കിൽ ഡ്രസ്സ്, താൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് അതിൽ കല്ല് ചുമലിൽ വെച്ച് കൊണ്ടുവരിക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലജ്ജയായിട്ട് കണ്ടിരുന്നു എന്നർത്ഥം. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ പോലും. ഇത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇത് കാണാനിടയായി. പൊന്നുമോനെ വിളിച്ചു, പൊന്നുമോനെ, മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നത് പോലെ പൊന്നുമോനും ചെയ്താൽ പോരെ, എന്തിനായി പ്രയാസപ്പെടുന്നത്? കല്ലിന്റെ ഭാരം ചുമലിലേൽക്കുകയില്ലേ? അല്ലെങ്കിൽ കല്ലിന്റെ ഭാരം നിന്റെ തലന്റെ മീതെ നിന്നെ ബാധിക്കുകയില്ലേ? അതുകൊണ്ട് പൊന്നുമോനെ, നീ ഡ്രസ് അണിച്ചിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അതിൽ കല്ല് ചുമന്ന് കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ നബി തങ്ങൾക്ക് തോന്നി എന്റെ പിതൃവ്യൻ പറയുന്നത് ശരിയാണ് എന്ന് തോന്നി. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഡ്രസ് അഴിക്കേണ്ട താമസം ഔറത്ത് വെളിവായി ഉടൻ തന്നെ നിലംപതിച്ചു പുണ്യനബി സ്വല്ലല്ലാഹു. ഇത് അല്ലാഹു തആല നൽകിയ വലിയൊരു നിഅമത്തായിരുന്നു നബിയുനാ റസൂലുള്ളാഹി. ആരും ഔറത്ത് കണ്ടില്ല,
ആരും തങ്ങളുടെ ഔറത്ത് ചെറിയ പ്രായത്തിൽ പോലും കാണാനിട വന്നിട്ടില്ല. ഇതിൽ നിന്നെല്ലാം അല്ലാഹു തആല സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പാപവും നബിയെ അങ്ങേക്കില്ല. അല്ലാഹു നൽകിയ വലിയ നിഅമത്താണ്. അഥവാ ഏതെങ്കിലും ഒരു പയ്യനെ പിടിച്ച് 40 വയസ്സായപ്പോ, ഏതെങ്കിലും ഒരു അറബി പയ്യനെ പിടിച്ച് 40 വയസ്സായപ്പോ നുബൂവത്ത് കൊടുത്തതല്ല, മറിച്ച് ജന്മത്തിന് മുമ്പേ, കാലങ്ങൾക്ക് മുമ്പേ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി അവിടുത്തെ അല്ലാഹു തആല കാലക്കൂട്ടി നിശ്ചയിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സംരക്ഷിച്ചിട്ടുണ്ട്, തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മോശമായിരിക്കുന്ന ഒരു പ്രവൃത്തി, എന്തെങ്കിലും ഒരു വിനോദം വേണ്ടേ? നീ കുട്ടികളാകുമ്പോൾ നമ്മൾ കുട്ടികളെങ്കിലും TV കാണാനും, അതല്ലെങ്കിൽ കോമഡി പരിപാടികളിലും, അല്ലെങ്കിൽ ഗാനമേളകളിലും, അതല്ലെങ്കിൽ വാദ്യോപകരണങ്ങളെ കൊണ്ടുള്ള നമ്മളെ എന്തെങ്കിലുമൊക്കെ ഗാനമേളയിലൊക്കെ കുട്ടികൾ കാണിക്കാനെങ്കിലും നമ്മൾ കുട്ടികളെ വിടുന്നുണ്ട് എങ്കിൽ, അതുപോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറുപ്പ സമയത്തിൽ തന്നെ ദേഷ്യമായിരുന്നു എന്നതാണ്. കാരണം അന്ന് മക്കയിലെ ജീവിതം വളരെ മോശമായിരുന്നു. ഏറ്റവും മോശമായ ഒരു അന്തരീക്ഷത്തിലാണല്ലോ മക്കയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭുജാതനാകുന്നത്. കള്ളുകുടിക്കുക എന്നുള്ളത് അതവരുടെ ഒരു ഹോബിയായിരുന്നു. കള്ളുകുടിക്കൽ മാത്രമല്ല, ചൂതുകളിയും കള്ളുകുടിയും എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ, ഈ തോന്നിവാസങ്ങളെല്ലാം മുഴുവനായിട്ട് നടന്നിരുന്ന ഒരു സമയത്താണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം കൊള്ളുന്നത്. ആ സമയത്ത് പക്ഷേ ഇങ്ങനെയുണ്ടായ ഒരു സമയത്ത് പോലും തങ്ങളിൽ നിന്ന് ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ഇത് അല്ലാഹു തആല നൽകിയ നിഅമത്താണ്. വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖള ലഹ്റക, അങ്ങയുടെ മുതുകിനെ ഒടിച്ചു കളഞ്ഞിരുന്ന പാപഭാരം നബിയെ നാം നിങ്ങൾക്ക് താഴ്ത്തി വെച്ച് തന്നില്ലയോ? ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. രണ്ടാമത്തെ പടച്ച തമ്പുരാൻ നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകൾ അല്ലാഹു തആല എടുത്തു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറിയ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തൊരു വിഷയം വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് മക്കയിൽ നിന്നുള്ള ഒരു വീട്ടിൽ അവരുടെ ഒരു വിവാഹത്തിന്റെ ആഘോഷ ദിവസത്തിൽ ഞാൻ ചൊല്ലുകയുണ്ടായി. ഞാൻ ചെന്നപ്പോൾ സത്യത്തിൽ ഞാനത് ഇഷ്ടപ്പെടാത്ത ആളാണ്. ഈ ആഘോഷങ്ങളും ഈ വാദ്യോപകരണങ്ങളെ കൊണ്ടുള്ള ഗാനമേള പരിപാടിയും എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ദേഷ്യമായിരുന്നു. അതിനോടെല്ലാം എനിക്ക് പുച്ഛമായിരുന്നു. ഒരു ദിവസം ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒരു ആഘോഷ പരിപാടി നടക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് എന്താണ് എന്നൊന്ന് നോക്കാൻ വേണ്ടി ഒന്ന് കാതുകൂർപ്പിച്ച് അവിടത്തേക്കൊന്ന് നോക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല എന്നെ അനുഗ്രഹിച്ചു, എന്റെ കാതിനെ അല്ലാഹു തആല അടപ്പിച്ചു കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ നിന്നുള്ള ഒരു വീട്ടിൽ ഒരു പരിപാടിക്ക് ഒരു ആഘോഷ ദിവസത്തിൽ ഞാൻ ചെന്നതായിരുന്നു. എന്നല്ല, ഞാനൊന്നും പിന്നെ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്നെ പടച്ച തമ്പുരാൻ ഉറക്കിക്കിടത്തി. പിറ്റേ ദിവസം, അന്ന് ചെറിയ പ്രായമാണ്, ആടിനെ മേച്ചിരുന്ന കാലമാണ്, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു തആല ഞാനിത് കേൾക്കാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഫളറബല്ലാഹു അലാ ഉദ്നി, എന്റെ കാതിനെ അല്ലാഹു തആല അടപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ഫനിംതു ഫമാ ഐഖളനി ഇല്ലാ ഹർറും ഷംസ്, പിറ്റേ ദിവസം സൂര്യന്റെ ചൂട് ശക്തിയായപ്പോഴാണ് ഞാൻ എണീറ്റ് നോക്കുന്നത്. തലേ ദിവസത്തെ പരിപാടിക്ക് വന്നതായിരുന്നു അറിയാതെ.
എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊന്ന് കേട്ടതായിരുന്നു. പക്ഷേ കേൾക്കുന്നതിന് മുമ്പ് പടച്ച തമ്പുരാൻ അവിടുത്തെ കാതിനെ അടപ്പിച്ച് കളയുകയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കിക്കളയുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാണ് വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖള ലഹ്റക, അങ്ങയുടെ മുതുകിനെ ഒടിച്ചു കളഞ്ഞിരുന്ന പാപഭാരം അങ്ങേക്ക് നാം താഴ്ത്തി തന്നില്ലയോ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറ്റുകളിൽ നിന്നെല്ലാം അല്ലാഹു തആല സംരക്ഷിച്ചു കൊണ്ടുവന്നതാണ് എന്നർത്ഥം. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുല്ലാഹ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമുക്ക് ഉള്ളതുപോലെ അഹങ്കാരമോ ഉൾനാട്യമോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവ മറ്റുള്ള മനുഷ്യരെ പോലെയല്ല പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹൃദയ സംബന്ധമായ എന്തെങ്കിലും ഒരു രോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇത് അല്ലാഹു തആല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നുബുവത്ത് എന്ന വലിയ പദവി കൊണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊരു സുഹൃത്ത് ഇന്നലെ നമ്മൾ പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു. 32 വയസ്സായ ഇന്ന് വഴിയിൽ പോലും ഞാൻ അദ്ദേഹത്തിന്റെ വാർത്ത പറഞ്ഞിരുന്നു. SKSFന്റെയും KMCCയുടെ ഒക്കെ സജീവ പ്രവർത്തകനായിരുന്നു. ഇന്നലെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ 3 ആഴ്ച മുമ്പാണ് അബുദാബിയിൽ നിന്ന് അദ്ദേഹം യാത്ര പറഞ്ഞു പോയത്. എൻ്റെ അടുക്കൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി പാസ്പോർട്ടെല്ലാം നൽകിയിരുന്നു. അദ്ദേഹം പാസ്പോർട്ടെല്ലാം നൽകി നാട്ടിൽ ഉംറ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് എന്നെ വിളിച്ച് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകണം, തീരെ സുഖമില്ല, വയറുവേദനയാണ് എന്ന് പറഞ്ഞ് 3 ആഴ്ച മുമ്പ് ഇവിടെ നിന്ന് നാട്ടിലേക്ക് ഉംറ ചെയ്യാൻ പോലും കഴിയാതെ നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിൽ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് എറണാകുളം ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകൾ മാറി മാറി ചികിത്സ നടത്തിയെങ്കിലും മഞ്ഞപ്പിത്തമാണ് എന്നൊക്കെ പറഞ്ഞ അവസാനം അത് ക്യാൻസറായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 32ഓളം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുള്ള ചെറുപ്പക്കാരൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ ഷഹീദിന്റെ പദവി കൊടുക്കണമേ, കുടുംബത്തിൽ നീ സമാധാനം നൽകണമേ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നീ സഹനശക്തി വർദ്ധിപ്പിക്കണമേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. KMCCയുടെയും SKSFന്റെയും സുന്നി സെന്ററിന്റെയൊക്കെ സജീവ പ്രവർത്തകനായിരുന്നു. കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് അബുദാബിയിൽ എത്തിയിരുന്നത്. 3 ആഴ്ച മുമ്പാണ് അബുദാബിയിൽ നിന്ന് മടങ്ങിപ്പോയത്. അവസാനമായി നമ്മൾ കണ്ടത്. ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കാരം ഉണ്ട് എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയിലെ ദാറുൻ നജാത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സത്യത്തിൽ ഞാൻ ദുആ തുടങ്ങിയപ്പോൾ അദ്ദേഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. സത്യത്തിൽ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി നമുക്ക് തടുക്കാൻ സാധ്യമല്ല. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖള ലഹ്റക. അങ്ങയുടെ മുതുകിനെ ഒടിച്ചു കളഞ്ഞിരുന്ന പാപഭാരം അങ്ങേക്ക് നമ്മൾ ഇറക്കി വെച്ച് തന്നില്ലയോ? നുബുവത്ത് എന്ന വലിയ പദവി ഏറ്റെടുക്കാൻ വേണ്ടി
കാരണം മക്കയിലേക്കാണ്, മക്ക നിവാസികളോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഏറ്റവും സുന്ദരമായ ശൈലിയായിരിക്കണം പുണ്യനബിക്ക്, ഏറ്റവും സുന്ദരമായ രീതിയായിരിക്കണം, ഏറ്റവും സുന്ദരമായ സ്വഭാവ മഹിമയുള്ള ആളായിരിക്കണം, ഒരു പാപവും ഇല്ലാത്ത ആളായിരിക്കണം. ഇങ്ങനെയെല്ലാം ആക്കി പടച്ച തമ്പുരാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിഅമത്ത് ചെയ്ത് കൊണ്ടുവന്നതാണ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വീണ്ടും അല്ലാഹു തആല നിഅമത്ത് നൽകിയത് അല്ലാഹു തആല എടുത്തു പറയുന്നു മൂന്നാമത് ആയത്തിലൂടെ, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണയെ നമ്മൾ ഉയർത്തുകയും ചെയ്തില്ലയോ എന്ന് അല്ലാഹു തആല. എമ്പാടും അങ്ങയുടെ സ്മരണയെ നമ്മൾ ഉയർത്തിയില്ലയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുസ്തകങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളാണ്. ഏത് ലോകത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലോ എതിരാളികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഏതൊക്കെ എതിരാളി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമാക്കിയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. അവർ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ താഴ്വരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു ചരിത്രമാണ്. അതെന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഉയർത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും, അത് ഭൂമിയിലും ആകാശത്തിലും വാനലോകത്തും മലക്കുകളുടെ അടുക്കലും ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാ സ്ഥലത്തും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഖ്യാതി അല്ലാഹു തആല വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അതാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, വലമ്മൽ ഇലാഹു സ്മൻ നബിയിൽ അസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അശ്ഹദു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖ്യാതിയെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ കേൾക്കുന്നുണ്ട്, ഇത് ലോകത്തെവിടെയും കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ സെക്കൻഡിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അള്ളാഹുവിന്റെ സത്യസാധ്യം, അള്ളാഹുവിനെ സത്യവൽക്കരിച്ചതിന് ശേഷം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതെന്ന് തുടങ്ങിയതാണ്? 14 നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണ്. ഇത് അവസാനിക്കുന്നുണ്ടോ? ഇത് അവസാനിക്കുന്നില്ല. ഇനി എവിടെ എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരെല്ലാം ഇത് പറഞ്ഞ വിഷയമാണ്. തങ്ങളുടെ ഖ്യാതി അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ട് എന്നർത്ഥം. നിസ്കാരത്തിലോ? നിസ്കാരത്തിൽ നമുക്ക് നിർബന്ധമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയൽ. എവിടെ? അത്തഹിയ്യാത്തിൽ നമുക്ക് നിർബന്ധമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഏത് ഇബാദത്തിലാണ് നിർബന്ധമില്ലാത്തത്? ഏതെങ്കിലും ഒരു ഇബാദത്ത് പറയൂ. എല്ലാ ഇബാദത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയൽ നിർബന്ധമാണ്. അത്തഹിയ്യാത്താവട്ടെ, നമ്മുടെ നിസ്കാരത്തിലെ മയ്യത്ത് നിസ്കാരമാകട്ടെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ഓതുന്ന ഖുതുബയാകട്ടെ, ഏത് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാതെ അത് സ്വഹീഹല്ല. ഇതാണ് മഹാനാകുന്ന പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖ്യാതി, അവിടുത്തെ സ്മരണ ലോകമെമ്പാടും അല്ലാഹു തആല ഉയർത്തിയതാണ്. ഇത് ആരെങ്കിലും നൽകിയതല്ല. വറഫഅനാ ലക ദിക്റക, നബിയെ
അങ്ങയുടെ സ്മരണ നമ്മൾ ഉയർത്തിത്തരികയും ചെയ്തില്ലയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടാൽ പോരാ, പുണ്യ നബിക്ക് കൂടി നിങ്ങൾ വഴിപ്പെടണം. സ്വല്ലല്ലാഹു അലൈഹി അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. ഇത് നമുക്ക് നിർബന്ധമാണ്. ഒരു ദിവസം അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ സ്മരണ അല്ലാഹു തആല ഉയർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് അങ്ങേക്കറിയുമോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽതു അല്ലാഹു ജല്ല ജലാലുഹു അലം. എനിക്കറിയൂല ജിബ്രീലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇദാ ദുകിറുതു ദുകിർത മഈ. എന്നെ എവിടെങ്കിലും പറയുന്നുണ്ടോ അവിടെയെല്ലാം പറയൽ നിർബന്ധമാണ്. ആരുടെ നാമം? പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി. ചില ആളുകൾക്കൊരു വാദമുണ്ട്, അഥവാ നമ്മുടെ മംഗലാപുരത്തൊരു സംവാദം ഉണ്ടായിരുന്നു. സമസ്തയും വഹാബികളും തമ്മിലായിരുന്നു. അവിടെ ആകെ കൂടിയുള്ള പ്രശ്നം അബൂജഹല് അള്ളാഹു ഖാലിഖാണ് എന്ന് അംഗീകരിച്ചു എന്നതായിരുന്നു വിഷയം. അള്ളാഹു ഖാലിഖാണ് എന്നുള്ളത്, അതാ ഖാലിഖായ റബ്ബ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരല്ലാഹുവുണ്ട്. ആ അള്ളാഹു ഖാലിഖാണ് എന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിക്കുകയും ഇല്ലല്ലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നാൽ പിന്നെ അങ്ങനെ വിശ്വസിച്ച ഒരാൾക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കാൻ എന്ത് പ്രയാസം? അതായിരുന്നു വലിയ വാദം നമ്മുടെ മംഗലാപുരം സംവാദത്തിൽ. അതവിടെ ഇരിക്കട്ടെ. ഇനി അങ്ങനെ വാദത്തിന് വേണ്ടി സമ്മതിച്ചു എന്നാൽ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തിയ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ഖാലിഖുണ്ട്. അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. ആ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചു ഒരാൾ. അപ്പൊ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ അവന്റെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്ന് മാത്രമല്ല, അവന്റെ ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല. ഒരു അമലും അവൻ ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? രണ്ട് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമത്തൈനിയാണ്, കലിമത്തു ഷഹാദത്തൈനിയാണ്. ഇത് രണ്ടും നിർബന്ധമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞത്, ഇദാ ദുകിർതു ദുകിർത മഈ. എന്നെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങയെ പറയൽ നിർബന്ധമാണ്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാ പോരാ, വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ നാമം മാത്രം പറഞ്ഞാൽ ഷഹാദത്താകും, പക്ഷേ മുഅ്മിനാവുകയില്ല. ഷഹാദത്തുൽ കലിമത്തു ഷഹാദത്തൈനി എന്നാണ് നമ്മൾ പറയൽ തന്നെ അല്ലേ? അപ്പൊ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുകൂടി വിശ്വസിക്കണം. ഇതെന്തുകൊണ്ടാണ്? ഇത് എല്ലാ സ്ഥലത്തും അള്ളാഹുവിനെ എവിടെയെല്ലാം പറയുന്നുണ്ടോ അവിടെയെല്ലാം ആരെയും പറയപ്പെടണം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടി പറയപ്പെടണം. ഇത് പടച്ച തമ്പുരാന് നിർബന്ധമാണ്. ഇനി ഒരു വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. പുണ്യനബിന്റെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ. ഇതാര് വെച്ചതാണ്? ഇത് അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെച്ച പേരാണ്. മൗലിദ് കിതാബിൽ മൗലിദ് ഓതിയിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഓർക്കുക, സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ദിക്റുൽ അംബിയാഇ ഇബാദ. അംബിയാക്കളെ കുറിച്ച് പറയുക എന്നുള്ളത് ഇബാദത്താണ്, അത് പുണ്യകർമ്മമാണ്. ഏറ്റവും വലിയ നബി ആരാണ്? ഏറ്റവും വലിയ നബി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് നമ്മുടെ നബിയെ കുറിച്ചല്ലേ? അംബിയാക്കളെ കുറിച്ച് പറയല് പോലും ഇബാദത്താണെന്ന് പുണ്യനബി പഠിപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഞാനാണെങ്കിൽ അംബിയാക്കളുടെ നേതാവാണ്. അപ്പോൾ പിന്നെ ആരെക്കുറിച്ച് പറയണം നമ്മൾ ഏറ്റവും കൂടുതൽ? സംശയിക്കാനുണ്ടോ? പുണ്യനബി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അത് പറയുകയും വേണം. അല്ലാഹു തആല മരണം വരെ അത് പറയാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന് സമാനമായ മറ്റൊരു ഹദീസ് ഉണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്കുറൂ മഹാസിന മൗതാകും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ സൽഗുണങ്ങളെ, അവരുടെ നന്മകളെ നിങ്ങൾ എടുത്തു പറയുക. മരണപ്പെട്ടു പോയ ആളുകളുടെ നന്മകൾ എടുത്തു പറയൽ അത് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഏറ്റവും അധികം നന്മ പറയാനുള്ളത് ആരെക്കുറിച്ചാണ്? മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരാളുകളുടെ ഏറ്റവും വലിയ സൽഗുണം എടുത്തു പറയാനുള്ള ഒരാളുണ്ടെങ്കിൽ അതാരാണ്? അത് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി. അവർ ഈ രണ്ട് ഹദീസിന്റെയും വെളിച്ചത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി. മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എതിരാളികൾ പോലും വിളിക്കുന്ന ഒരു പേര്. എതിരാളികൾ ഒരു പുസ്തകം എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊരു പുസ്തകം എഴുതുക. അപ്പോഴും നബി തങ്ങളുടെ പേരെഴുതണം അല്ലേ? എന്ത് പറഞ്ഞിട്ടാ പേര്? മുഹമ്മദ്, സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ടാണ്. എതിരാളികൾ പോലും അങ്ങനെ പറയണം. അതുകൊണ്ട് അല്ലാഹു തആല നേരത്തെ തീരുമാനിച്ചതാണ്. 1-ാം മാസം അഥവാ അവിടുത്തെ ഗർഭസ്ഥ അവസ്ഥയിൽ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹക്ക് 1-ാം മാസം മുതൽ സ്വപ്നത്തിൽ അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത്? നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഫസമ്മീഹി മുഹമ്മദാ, മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണം. അന്ന് മുഹമ്മദ് ഉണ്ടോ? അന്നോ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ പരമ്പരയിലോ അങ്ങനെ ഒരു നാമം കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ ആളുകൾ വന്നു. 7-ാം ദിവസം വലിയ സദ്യയൊക്കെ ഉണ്ടാക്കി. 7-ാം ദിവസം വലിയ സദ്യയൊക്കെ ആരുണ്ടാക്കി? വലിയുപ്പയാകുന്ന ഉപ്പയില്ലല്ലോ. ഉപ്പയില്ല, വലിയുപ്പ അബ്ദുൽ മുത്തലിബ് വലിയ സദ്യയുണ്ടാക്കിയിട്ട് എല്ലാവരെയും, ഖുറൈശി പ്രമുഖരായിരിക്കുന്ന ആളുകളെ എല്ലാവരെയും വിളിച്ചിട്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് കൊടുത്തു. നന്നായിട്ട് ഭക്ഷണം കൊടുത്ത് പിരിയാൻ നേരത്ത് അവർ ചോദിച്ചു, അല്ലയോ അബ്ദുൽ മുത്തലിബേ, മാ സമ്മൈത ബിനക, അല്ല കുഞ്ഞിനിപ്പ എന്താ പേര് വെച്ചത്? അപ്പോൾ പറഞ്ഞു, സമ്മൈതുഹു മുഹമ്മദ, ഞാൻ മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ അത്ഭുതത്തോടുകൂടെ ചോദിക്കാണ്, അല്ല ഫഖാലു ഖദ് റഗിബ്ത അൻ അസ്മായി, എവിടെങ്കിലുള്ളതല്ല, നമ്മളെ മംഗൂസ് മൗലൂദിലുണ്ട്. മംഗൂസ് മൗലൂദിലുള്ളതാണ്. ഫഖാലു ഖദ് റഗിബ്ത അൻ അസ്മായി ആബായിക. അല്ല അബ്ദുൽ മുത്തലിബേ, എന്തൊരു പണിയാപ്പ നിങ്ങൾ ചെയ്തത്? സത്യത്തിൽ നമ്മൾ ഈ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. നമ്മുടെ പിതാക്കന്മാർക്ക് ഇല്ലാത്ത ഒരു പേര്, ഇത് നിങ്ങൾ എന്താ ഇത് വെക്കാൻ കാരണം എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. ആരോട്? അബ്ദുൽ മുത്തലിബിനോട്. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സ്വല്ലല്ലാഹു അലൈഹില്ലാഹു മാ അശ്റഖത് ശംസുൽ ദുഹാ ഫീ ദാലിക സഅദി. ഞാൻ വെറുതെ അങ്ങട്ട് ഈ പേര് വെച്ചതല്ല എന്ന് അബ്ദുൽ മുത്തലിബ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് മുഹമ്മദ് എന്ന് പേര് വെക്കാനുള്ള കാരണം എന്നോ, ഞാൻ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു പേര് വെച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഖാല അറത്തു അയ്യഹ്മദഹു മൻ അലൽ ഗബ്റാ, കുട്ടിയെ ഭൂലോകം മൊത്തം വാഴ്ത്തി പറയണം. വാഴ്ത്തി പറയലെങ്ങനെ? എതിരാളികൾ പോലും പറയല്ലേ. അപ്പൊ ലോകത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു സമയത്തും ഓരോ സെക്കൻഡിലും ബാങ്ക് വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും നിസ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും മറ്റ് ആരാധനാ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ. ഇതെന്തുകൊണ്ടാ? ഇത് ഈ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിലും പടച്ച തമ്പുരാൻ തോന്നിപ്പിക്കുകയാണ്. കാരണം എതിരാളികൾ പോലും പറയണം മുഹമ്മദ് മുഹമ്മദ്.
വാഴ്ത്തപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ എന്ന് എതിരാളികൾ പോലും അല്ലാഹു തആല പറയിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പേര് തന്നെ അല്ലാഹു തആല സെലക്ട് ചെയ്തത്. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സ്വല്ല അലൈഹില്ലാഹു മാ അശ്റഖത് ശംസുൽ ളുഹാ ഫീ ദാലിക സഅദി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനവും നീ കബൂൽ ചെയ്യണമേ. അപ്പൊ അല്ലാഹു തആല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖ്യാതിയെ എമ്പാടും ഉയർത്തിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരെക്കാളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മീതയാണ് എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ എല്ലാ പ്രവാചകന്മാരോടും പടച്ച തമ്പുരാൻ ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ആ ഉടമ്പടി ഖുർആൻ പറയുന്നുണ്ട്. അഥവാ എന്റെ പ്രവാചകൻ ഇറങ്ങി വരികയാണെങ്കിൽ, എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ വന്നിട്ടില്ല, വരുന്നതിന് മുമ്പാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു പറയാണ് ഒരു ഉടമ്പടി സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ പ്രവാചകൻ നിങ്ങൾ ജീവിച്ചിരിക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകനെ അംഗീകരിക്കുകയും ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാരോടും ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്നതാ. ഇതിനേക്കാളും വലിയ ഖ്യാതി വേണോ? അപ്പൊ ഏതൊരു പ്രവാചകനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളപ്പ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പുണ്യ നബി ഇറങ്ങി വരികയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ പ്രവാചകത്വം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ പ്രവാചകനെ അംഗീകരിക്കണം, ഈ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം എന്ന് പടച്ചതമ്പുരാൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഖ്യാതി, അവിടുത്തെ സ്മരണ അല്ലാഹു തആല ഉയർത്തി എന്ന് പറയുന്നത്. ഈ ദുനിയാവിലെ കഥയാണ്. ആകാശലോകത്തോ? ആകാശലോകത്ത് ചർച്ച തന്നെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് മിഅ്റാജിന്റെ രാവിൽ അവിടുത്തെ 50-ാമത്തെ വയസ്സിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാപ്രയാണം ഉണ്ടായി. ആകാശം 7 അനാകാശവും കടന്ന് അള്ളാഹുവിന്റെ തിരുസന്നിധാനത്തിലേക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേർന്നു. അല്ലേ? ചരിത്രം സുദീർഘമാണ്. 1-ാം ആകാശത്തിൽ ചെന്നപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വാതിൽ മുട്ടിയപ്പോ അവിടുന്ന് ചോദിച്ചു, മന്നന്ത. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്കാണെങ്കിൽ വാതിൽ മുട്ടേണ്ട ആവശ്യവുമില്ല, കാരണം അത് മലക്കുകളുടെ ലോകമാണ്. മാത്രമല്ല മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ ഒരാൾ കൂടെയുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വാതിൽ മുട്ടിയപ്പോൾ തന്നെ മനസ്സിലായി കൂടെയാളുണ്ട്. വാതിലിന്റെ പാറാവുകാരനായ മലക്ക് ചോദിച്ചു, വമമ്മഅക, നിങ്ങളോട് കൂടെ ആരാണ്? വാതിൽ മുട്ടിയപ്പോ ആരാണ് ചോദിച്ചു, അന ജിബ്രീലു. അപ്പോൾ ചോദിച്ചു, വമമ്മഅക, നിങ്ങളോട് കൂടെ ആരെങ്കിലും ഉണ്ടോ? അതെ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി, എന്നോട് കൂടെ മുഹമ്മദ് നബിയുണ്ട് എന്ന് പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, അവഖദ് ഉർസില ഇലൈഹി, മുഹമ്മദ് നബിയെ നിയുക്തനാക്കപ്പെട്ടുവോ എന്ന് മലക്കുകൾ അവിടുന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എമ്പാടും പുണ്യനബിന്റെ സ്മരണ അവിടെയുണ്ട്. അത് നമുക്ക് എല്ലാ പ്രവാചകന്മാരും മലക്കുകളുടെയും ഇടയിൽ ബോധ്യപ്പെടുത്തിയിട്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളതും. മിഅ്റാജിന്റെ രാവിൽ എല്ലാ പ്രവാചകന്മാർക്കും ഇമാമത്ത് നിന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി. അപ്പൊ അത് ആഖിറത്തിൽ ഏതായാലും ബോധ്യപ്പെടുത്താനിരിക്കുന്നുണ്ട്. ഏത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും നേതാവാണ്, എല്ലാ പ്രവാചകന്മാരുടെയും നേതാവാണ് എന്ന് ആഖിറത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടാ പോരാ, ഇവിടൊന്നും ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് മിഅ്റാജിന്റെ രാത്രിയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നപ്പോ എല്ലാ പ്രവാചകന്മാരുമുണ്ട്. പിന്നീട് ഒന്നാം ആകാശത്ത് ചെന്നു. ഓരോ പ്രവാചകന്മാരെയും ഓരോ ആകാശങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ഇവിടെ എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുന്നു. വസറൈത ലൈലൻ ലാ യസാലു ബഹീമാ ഫൗഖൽ ബുറാഖി മുസറജൻ മസ്മൂമാ തർഖാ യുസായിറു കൽ അമീനു നദീമാ തഅലു ലി ഹദ്റതി ഖുദ്സിഹി തഖദീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വെളിയങ്കോട്ട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പുണ്യനബിന്റെ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞത്. സ്വല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ആകാശത്തിലും ചെല്ലുമ്പോൾ വലിയ സ്വീകരണമായിരുന്നു. എന്തുകൊണ്ട്? ഇത് ഞങ്ങളുടെ നേതാവാണെന്ന് നേരത്തെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആര്? തങ്ങളെ കണ്ടിട്ടില്ലല്ലോ നേരത്തെ, പക്ഷേ അല്ലാഹു തആല നേരത്തെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്റെ ഒരു പ്രവാചകൻ, എന്റെ ഒരു ഹബീബ് വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഇത് ജാ ഇലാ കുല്ലി സമായി തസഫുഫ റുസുലുൻ വ അംലാകുൻ വറഅൽ മുസ്തഫ ഫിഹിം ഇമാമൻ ഖദ്ദമൂഹു മുശറഫാ സ്വല്ലാ ബികുല്ലിൻ ഖൽഫഹു മഅ്മൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മലക്കുകൾക്ക് നേരത്തെ അറിയാം പുണ്യനബിനെ. അതുകൊണ്ടാ അല്ലാഹു പറഞ്ഞത് വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ സ്മരണയെ നമ്മൾ ലോകമെമ്പാടും ഉയർത്തിയെന്ന് പറഞ്ഞാൽ ഈ ഭൂമി ലോകത്തല, മലക്കുകളുടെ ലോകത്തിലും മാത്രമല്ല, ആകാശത്തിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ അങ്ങയുടെ സ്മരണയെ നമ്മൾ ഉയർത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്മരണയാണ്. അതാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാ സലാമുല്ലാ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്നത്. ആർക്ക്? മലക്കുകളുണ്ട്, മറ്റുള്ള എല്ലാ പ്രവാചകന്മാരുണ്ട്. എല്ലാവർക്കും ഇമാമായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു. ഈ ആഖിറത്തിൽ ബോധ്യപ്പെടാൻ നിൽക്കുന്നുണ്ട് അല്ലെ, അവിടത്തേക്ക് വരാം. ആഖിറത്തിൽ ഏതായിരുന്നാലും ബോധ്യപ്പെടും. അതിനു മുമ്പ് തന്നെ ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്ത്? അന സയ്യിദുൽ ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ അത് ദുനിയാവിൽ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി ആഖിറത്തിൽ നമുക്കറിയാം എല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് ആഖിറം. എല്ലാവരും പ്രയാസത്തില. ആരെല്ലാം? ആദം നബി അലൈഹിസ്സലാം നമ്മുടെ പിതാവ് അവിടെയുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെയുണ്ട്. എല്ലാവരും മഹ്ശറ വൻസഭയിലുള്ള പ്രയാസങ്ങളിൽ നിന്ന്, ഈ കയത്തിൽ നിന്ന്, ഈ മുങ്ങിക്കുളിക്കുന്ന ഈ പ്രയാസത്തിന്റെ കയത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഓരോ പ്രവാചകന്മാരെയും സമീപിക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സമീപിക്കും.
അവരെല്ലാവരും കൈമലർത്തും. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം കഴിയൂല. യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാവരും കൈമലർത്തുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കഴിയുകയില്ല, ഞങ്ങൾ തന്നെ ഇന്ന് പേടിയിലാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ളവർ കൈമലർത്തും. കണ്ടോ? അപ്പൊ ഇത് അവിടുന്നും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാ? നേരെ തന്നെ പുണ്യനബിന്റെ അടുക്കലാണ് പോയാ പോരെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ അങ്ങനെ തോന്നിപ്പിച്ചാൽ പോരെ, അല്ലെങ്കിൽ പരസ്പരം ജനങ്ങൾ സംസാരിക്കാണ്. ഇനി നമ്മൾ ആരടുത്ത് ചെയ്യും, ഇനി നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ഈ മഹ്ശറയിൽ നിന്ന് ഒന്ന് വിചാരണക്കെടുക്കണമെങ്കിൽ ആരോട് നമ്മൾ ശുപാർശ ചെയ്യാൻ പറയും? അങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ പോകുന്നത്. അപ്പോഴാണ് ആദം നബി കൈമലർത്തുന്നത്, എനിക്ക് ഇന്നത്തെ ദിവസം ഒരു കഴിവുമില്ല. അപ്പൊ പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത പ്രവാചകനോട് പറയും, എല്ലാവരും പറയുന്നത് നഫ്സി 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 നഫ്സിയാ, ഞാൻ ഇന്ന് എന്റെ സ്വന്തം ശരീരം എന്തൊരു പ്രയാസത്തിലായിരിക്കും എന്ന് ചിന്തിച്ചിരിക്കുകയാണ് എന്നാ പറയുന്നത്. അപ്പൊ അടുത്ത പ്രവാചകന്റെ അടുക്കൽ പോകും, പിന്നീട് അടുത്ത പ്രവാചകന്റെ അടുക്കൽ പോകും, അവസാനം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോകും. അപ്പൊ ദുനിയാവിൽ നിന്ന് ബോധ്യപ്പെട്ടു എന്ത്? വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ സ്ഥാനം, അങ്ങയുടെ സ്മരണ, അങ്ങയുടെ ഖ്യാതി എമ്പാടും ദുനിയാവിലുണ്ട്. ദുനിയാവിൽ എവിടെ നോക്കിയാലും മുഹമ്മദ് മുസ്തഫ. ആഖിറത്തിൽ എവിടെയുമുണ്ട്, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പോലുമുണ്ട്. അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ നേരെ മീതയുണ്ട്, അള്ളാഹുവിന്റെ നാമത്തോട് ചേർന്ന്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ. ദുനിയാവിൽ മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, ഇത് ആഖിറത്തിലും ബോധ്യപ്പെടുത്തി കൊടുക്കണം. എല്ലാവരും കൂടി പരക്കം പാച്ചിലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരുടെ അടുക്കലേക്ക് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, വല്ലാത്ത അവസ്ഥയാണ്. അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാ പ്രവാചകന്മാരും അന്ന് പ്രയാസത്തിലാണ് എങ്കിൽ ഒരേ ഒരു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. മാത്രമല്ല വബിയദീ ലിവാഉൽ ഹംദ്, നാളെ മഹ്ശറയിൽ ഒരു കൊടി പിടിച്ച് ആ കൊടിക്ക് പിന്നിലാണ് എല്ലാവരും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും എന്റെ കൊടിക്ക് പിന്നിലാണ് കൊടി പിടിച്ച് നിൽക്കുന്നത്. ലിവാഉൽ ഹംദ് എന്ന കൊടി പിടിച്ച് നിൽക്കും, മുമ്പിൽ നടക്കുന്നത് ഞാനായിരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ടോ? വബിയദി ലിവാഉൽ ഹംദ്. ഞാനിതൊരു അഹങ്കാരം കൊണ്ട് പറയല്ല, ഞാനിതൊരു ഫഖർ നടിച്ചുകൊണ്ട് പറയല്ല. ഇത് അല്ലാഹു തആല എനിക്ക് ചെയ്ത നിഅമത്താണ്. ഈ നിഅമത്താണ് അല്ലാഹു പറയുന്നത്, നബിയെ എമ്പാടും അങ്ങേക്ക് അല്ലാഹു നിഅമത്ത് ചെയ്തിട്ടുണ്ട്. വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ ഖ്യാതിയെ, അങ്ങയുടെ സ്മരണയെ നമ്മളെമ്പാടും ഉയർത്തിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും കൈമലർത്തുകയാണ്. എല്ലാ പ്രവാചകന്മാരും നഫ്സി 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 എന്ന് പറയാണ്. അപ്പൊ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലിവാഉൽ ഹംദ് എന്ന കൊടി പിടിച്ചിട്ട് ഞാൻ ഏറ്റവും ഫ്രണ്ടിലുണ്ട്. എന്റെ ബാക്കിലാണ് ആദം നബി, എന്റെ ബാക്കിലാണ് ഇബ്രാഹിം നബി, എന്റെ ബാക്കിലാണ് മൂസാ നബി, ഈസാ നബി അലൈഹിമുസ്സലാം. എല്ലാവരും അങ്ങനെ തന്നെ. ഖബറിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വരുന്നത് ഞാനാണ്. മാത്രമല്ല എനിക്കാണ് ശുപാർശ ചെയ്യാൻ ആദ്യത്തെ അവസരം ലഭിക്കുന്നത്. എന്റെ ശുപാർശയാണ് ആദ്യം സ്വീകരിക്കപ്പെടുന്നത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കറങ്ങി. യാ അല്ലാഹ്, അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ പ്രവാചകന്റെ അടുക്കലും ഇങ്ങനെ കറങ്ങുകയാണ്. അവസാനം ചെന്നെത്തി മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ വല്ലാത്ത പ്രയാസത്തിലാണ്, എല്ലാവരും പറയുകയാണ്. അതുകൊണ്ട് നബിയെ ഇശ്ഫഇ ലനാ ഇലാ റബ്ബിക്, അങ്ങയുടെ റബ്ബിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി അങ്ങൊന്ന് ശഫാഅത്തിനെ തേടണം.
പുണ്യനബി മാത്രം പറയുന്ന ഒരു സംസാരമുണ്ട്. ഈ സംസാരം 1,24,000 പ്രവാചകന്മാർക്കിൽ പുണ്യനബിക്ക് മാത്രമേ ഈ മറുപടി ഉണ്ടാകുള്ളൂ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല ഞാൻ ഇന്നത്തെ ദിവസം പ്രയാസത്തിലാണെന്ന് പറഞ്ഞില്ല, മറിച്ച് അവിടെന്ന് പറഞ്ഞു അനലഹാ അനലഹാ, ഞാൻ തന്നെയാണ് അതിന് അവകാശപ്പെട്ടവൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവരും കൈമലർത്താണ്. അള്ളാഹുവിന്റെ റസൂൽ മാത്രം പറയാണ് യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മതി യാ ഉമ്മതി യാ ഖൗമിയാ. അവിടുന്ന് നമ്മളെ പുണ്യനബി ഓർക്കണമെങ്കിൽ നമ്മൾ ഓർക്കും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഓർമ്മശക്തി അങ്ങനത്തെ അത്രമാത്രമാണ്. നമുക്കോർമ്മയില്ല, നമുക്കവിടെ ഓർമ്മയില്ല, നമുക്ക് ഇവിടെ തന്നെ പുണ്യനബിനെ ഓർമ്മയില്ല. അപ്പൊ പുണ്യനബിനെ നമ്മൾ ഇവിടെ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ ഓർക്കും പുണ്യനബി. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഉച്ചത്തിൽ ചൊല്ലിക്കോളൂ സ്വലാത്തുല്ലാ സലാമുല്ലാ. സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ 3 അനുഗ്രഹമാണ് സൂറത്തു ശറഹിന്റെ ആദ്യ ഭാഗങ്ങളിൽ എടുത്തു പറഞ്ഞത്. ഒന്ന്, നബിയെ അങ്ങയുടെ നെഞ്ചകം നമ്മൾ വിശാലമാക്കി തന്നു. രണ്ടാമത്തത്, അങ്ങയുടെ മുതുകിനെ പ്രയാസപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ ഞെരുക്കിക്കളഞ്ഞിരുന്ന പാപഭാരം അങ്ങേക്ക് നാം എടുത്തുവെച്ചു അല്ലെങ്കിൽ ഇറക്കി വെച്ച് തന്നു. മൂന്നാമത്തത്, ലോകമെമ്പാടും, ഈ ഭൂമിയിലല്ല എല്ലാ ലോകങ്ങളിലും അങ്ങയുടെ സ്മരണയെ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് വറഫഅനാ ലക ദിക്റക് എന്നതിന്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്നാണല്ലോ. അപ്പൊ അങ്ങയുടെ ഓർമ്മ ശക്തിയെ നാം ഉയർത്തി എന്ന്. വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ ഓർമ്മ ശക്തിയെ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. വല്ലാത്ത ഓർമ്മശക്തിയാണ് പുണ്യനബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? 6 വയസ്സായപ്പോ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. എന്നാലോ ഉമ്മയുടെ കൂടെ മദീനയിൽ പോയി വരുമ്പോഴാണ് വഴിയിൽ വെച്ചുകൊണ്ട് അബവാ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അന്ന് മുതൽ പൂർണ്ണ യതീമാണ് പുണ്യനബി സ്വല്ലല്ലാഹു. പക്ഷേ അന്ന് പോലും പിന്നീട് മദീനയിൽ ചെല്ലുന്നതെന്ന 53-ാമത്തെ വയസ്സിലാണ് പിന്നെ മദീനയിൽ ചെല്ലുന്നത്. തല അൽ ബദറു പാടി സ്വീകരിക്കുന്നത് മദീനയിൽ, പിന്നെ തല അൽ ബദറു പാടി പിന്നെ സ്വീകരിക്കുന്നത് 53-ാമത്തെ വയസ്സിലാ. അപ്പൊ 6 വയസ്സിന്റെ മുമ്പാണ് ആദ്യം പോയത്, പിന്നെ പോകുന്നത് 53-ാമത്തെ വയസ്സിൽ പോയിട്ടുണ്ട് അല്ലെ. 53-ാമത്തെ വയസ്സാണെങ്കിൽ ഓർമ്മത്തെറ്റ് തുടങ്ങുന്ന കാലമാണ്. 6 വയസ്സിന്റെ മുമ്പോ? 6 വയസ്സിന്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാകൂല. നമുക്കറിയോ 6 വയസ്സിന്റെ മുമ്പ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കളിക്കാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആട് മേക്കാൻ പോയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ഇന്ന് ഓർമ്മയില്ലല്ലോ. എങ്കിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സിന്റെ മുമ്പ് കളിച്ചിരുന്ന സ്ഥലം ഓർമ്മയുണ്ടായിരുന്നു, ആടുമേച്ചിരുന്ന മല ഓർമ്മയുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. 6 വയസ്സിന്റെ മുമ്പ് ഞാൻ അന്ന് നീന്തൽ പഠിച്ച കുളം ഈ കുളമാണ്, എന്നോട് ഈ കല്ല് സലാം പറഞ്ഞിരുന്നു ചെറിയ പ്രായത്തിൽ. ഇത് എന്നാണ് പറയുന്നത്? ഓർമ്മയുണ്ടാകുന്നതിന് മുമ്പുണ്ടായ സംഭവം. ഓർമ്മത്തെറ്റ് തുടങ്ങുന്ന 53-ാമത്തെ വയസ്സിന് ശേഷം പുണ്യനബി പറയുകയാണ് സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ.
യാ അല്ലാഹ്. അപ്പൊ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മശക്തിയെ അല്ലാഹു തആല എമ്പാടും ഉയർത്തിക്കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഒരർത്ഥം. കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഓർക്കുമെന്ന ആയിഷും ഹബീബ് റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസുണ്ട്. ഒരു ദിവസം ആയിഷും ഹബീബ് റളിയല്ലാഹു അൻഹ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിന്റെ സന്തോഷമുള്ള സമയത്ത് ആയിഷും ഹബീബ് റളിയല്ലാഹു അൻഹ പുണ്യനബിയോട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഉടനടി വന്നു പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ ആയിഷാക്ക് നീ പുറത്തു കൊടുക്കണമേ, മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ, ആയിഷയുടെ പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയത് നീ പുറത്തു കൊടുക്ക്, ആയിഷാന്റെ പാപങ്ങളിൽ നിന്ന് ഇനി വരാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നീ പുറത്തു കൊടുക്ക്. കഴിഞ്ഞില്ല, മാ അസറത് വമാ അഅലനത്, ആയിഷ എന്തെങ്കിലും രഹസ്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്ക്, പരസ്യമായി ചെയ്തിട്ടുണ്ടെങ്കിലും അതും പുറത്തു കൊടുക്ക്. വല്ലാത്തൊരു പ്രാർത്ഥനയാണല്ലോ. എല്ലാം അതിലുണ്ട്, രഹസ്യവും പരസ്യവും, ചെറുതും വലുതും, മുമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപം അല്ലാഹുവേ ആയിഷാക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കിയിട്ട് പുണ്യനബി ചോദിച്ചു, അയസുറുകി ദുആഇ, ആയിഷ എന്റെ പ്രാർത്ഥന നീ ഇഷ്ടപ്പെട്ടില്ലയോ? എന്റെ പ്രാർത്ഥന നിനക്ക് സന്തോഷമായില്ലേ എന്ന് റസൂലുള്ളാഹി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, നബിയെ എന്തൊരു വർത്താനാ പോയി പറയുന്നത്, വമാലി ലാ യസുറുനി ദുആഉക്, അങ്ങയുടെ പ്രാർത്ഥന എങ്ങനെ എന്നെ ഇഷ്ടപ്പെടുത്താതിരിക്കും എന്ന് തിരിച്ചു ചോദിച്ചു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. എങ്കിൽ നമ്മളെ ഓർത്തു, നമ്മൾ ഓർത്തിട്ടില്ല പുണ്യനബിനെ, അതുകൊണ്ടാണ് നമ്മൾ ഓർത്തിട്ടില്ല പുണ്യനബിനെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എങ്കിൽ ആയിഷ നീ മനസ്സിലാക്കിക്കോ, വല്ലാഹി ഇന്നഹാ ലദുആഇ ലിഉമ്മതി ഫീ കുല്ലി സ്വലാഹ്, എന്റെ സമുദായത്തിന് വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഞാൻ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് വേണ്ടി പുണ്യനബി സ്വല്ലല്ലാഹു. അപ്പൊ നമ്മൾ എത്ര ഓർക്കണം. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഓർത്താൽ നമ്മളെ തിരിച്ചും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ നമ്മൾ ഓർക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വഖത്തിലും എല്ലാ നിസ്കാരത്തിലും എന്റെ പ്രാർത്ഥന, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നിർവഹിച്ച ഈ പ്രാർത്ഥന ഞാൻ എൻ്റെ സമുദായത്തിന് എല്ലാ വഖത്തിലും എല്ലാ നിസ്കാരത്തിലും ഞാൻ നിർവഹിക്കുന്നുണ്ട് ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ ഖിയാമത്ത് നാളിന്റെ മഹ്ശറയുടെ ഭയാനതകളെ കുറിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അവിടുന്ന് ഹബീബിനെ ഓർക്കുമോ എന്ന് ചോദിച്ചു. ഹബീബിനെ ഓർക്കുമോ? വല്ലാത്തൊരു ചോദ്യമാണ്. അഥവാ നിങ്ങൾ എന്നെ ഓർക്കുമോ എന്നാണ് ചോദ്യം. അതിന് ചോദ്യം ഇങ്ങനെയായിരുന്നു, ഹബീബിനെ ഓർക്കുമോ എന്ന് ആയിഷും ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ പറഞ്ഞു, ആയിഷ ഈ മഹ്ശറയുടെ രംഗം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മഹ്ശറയിലെ രംഗം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 2-3 രംഗമുണ്ട്. ആ രംഗത്തിൽ ആരും ആരെയും ഓർക്കുകയില്ല. ഒന്ന് മീസാനിന്റെ രംഗമാണ്, അഥവാ നന്മ തിന്മകൾ തൂക്കുന്ന രംഗമുണ്ട്. അവിടെ ആരെയും ഓർക്കാത്ത സമയമാണ്. കാരണം എല്ലാവരും പ്രയാസത്തിലാണ്. രണ്ടാമതൊന്നുണ്ട്, നന്മ തിന്മകൾ വലം കൈയിലും ഇടം കൈയിലും അവരുടെ നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ രേഖപ്പെടുത്തി കൊടുക്കും. ഈ സമയത്ത് ആരെയും ഓർക്കാൻ കഴിയൂല. വല്ലാത്തൊരു പ്രയാസായിരിക്കും. മൂന്നാമതൊരു രംഗമുണ്ട്, അത് പാലം സിറാത്തിന്റെ രംഗമാണ്. അവിടെയാണ് നമ്മളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഭൂമിയിൽ എത്ര വലിയ സ്നേഹമുള്ളവരാണെങ്കിലും
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുമെന്ന് പറഞ്ഞത് അവിടെയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. എത്ര വലിയ പ്രണയബന്ധമുണ്ടെങ്കിലും പ്രണയ ജോഡികളാണെങ്കിലും അവര് പരസ്പരം നോക്കുന്നു പോലുമില്ല. ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഓടിപ്പോകുന്നു, മാതാവ് പിതാവിനെ കാണുമ്പോൾ ഓടിപ്പോകുന്നു, മക്കളും മാതാപിതാക്കളും ഓടിപ്പോകുന്നു. ഈ ഒരു രംഗമാണ് അവിടെ കാണുന്നത്. എങ്കിൽ ഓടാത്ത ഒരാളുണ്ട്, നമ്മളെ ഓർക്കുന്ന ഒരാളുണ്ട്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുകയാണ്. എവിടെ നിൽക്കുന്നുണ്ട്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞാനാണ് ആദ്യം സിറാത്ത് വിട്ടുകടക്കുന്നത്. സിറാത്ത് വിട്ടുകടന്നിട്ടോ എല്ലാവരും സിറാത്ത് വിട്ടുകടന്നവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. നമ്മളാരും സിറാത്ത് പാലം കടക്കുന്നതിന് മുമ്പ് നോക്കുന്നില്ല, നമ്മൾ ഓടിപ്പോകാണ്. എങ്കിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറാത്ത് പാലം കടന്നിട്ട് അവിടെ നിൽക്കാണ്. എന്തുകൊണ്ട്? സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുക്കല് സിറാത്ത് പാലത്തിന്റെ അറ്റത്ത് നമ്മളെ ഓർത്തുകൊണ്ടവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഓരോ കാൽപാദങ്ങളും നമ്മൾ സിറാത്ത് പാലത്തിന്റെ മുകളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാദം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പുണ്യനബി ആ തലക്ക നിന്ന് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവേ, എങ്ങനെയെങ്കിലും യാ റബ്ബി സല്ലിം സല്ലിം, യാ റബ്ബി സല്ലിം സല്ലിം, അള്ളാഹുവേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ ഈ കാൽപാദം വെച്ച ആളെ. അല്ലാഹുവേ, എങ്ങനെയെങ്കിലും ഈ കാൽപാദം വെച്ച ആളെ ഒന്ന് രക്ഷപ്പെടുത്തണമേ. നമ്മളോ മറ്റുള്ളവരെ കുറിച്ച് എന്തേ പറഞ്ഞത്? അവർ പാലം സിറാത്ത് കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ടുണ്ട്. എവിടത്തേക്ക്? കഴിഞ്ഞവരെല്ലാം സ്വർഗത്തിൽ പോയിട്ടുണ്ട്. കാരണം എന്നോടെന്തെങ്കിലും ഇവള് പറയുമോ എന്നാണ്. ഭാര്യയെ കാണുമ്പോ ഭർത്താവിന്റെ ചിന്ത, മക്കളെ കാണുമ്പോ മാതാപിതാക്കളുടെ ചിന്ത, അതുകൊണ്ടാണ് അവരെ ഓടിപ്പോകുന്നത്. എങ്കിൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയും ഓർത്തു. എവിടെ? ദുനിയാവിൽ എപ്പോഴും നമ്മുടെ ഓർത്ത പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിസ്കാരത്തിലും എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണമേ അവരുടെ പാപങ്ങൾ എന്ന് പ്രാർത്ഥിച്ച പുണ്യനബി അവിടെയും പാലം സിറാത്തിൽ കാത്തു നിൽക്കാണ്. എന്ത് പറഞ്ഞിട്ട്? അല്ലാഹുവേ, അല്ലാഹുമ്മ സല്ലിം സല്ലിം, നീ രക്ഷപ്പെടുത്തണമേ. ഇതാണ് ഒരർത്ഥം. ഏത്? വറഫഅനാ ലക ദിക്റക, പുണ്യനബിയെ, അങ്ങയുടെ ഓർമ്മശക്തിയെ. അപ്പൊ ദുനിയാവിൽ മാത്രല്ല, ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓർമ്മശക്തി വളരെ വളരെ കൂടുതലാണ്, ഏറ്റവും കൂടുതലാണ്. എല്ലാം തങ്ങൾക്കറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ കാലത്തുള്ള സംഭവങ്ങളാണ് ഓർമ്മത്തെറ്റ് തുടങ്ങുന്ന 53-ാമത്തെ വയസ്സിന് ശേഷവും പറഞ്ഞുകൊടുത്തത്. എല്ലാം പറഞ്ഞുകൊടുത്തു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആഖിറത്തിലാണ് നമ്മളെ ഏറ്റവും അധികം ഓർക്കുന്നത്. അപ്പോ ഏറ്റവും അല്ലാഹു തആല ഓർമ്മശക്തി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരം കിടുമ്പോൾ ബാക്കിയുള്ള ആയത്ത് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകൾ, പ്രധാനമായിട്ടും നൽകിയ 3 നിഅമത്തുകൾ, അഥവാ റിസാലത്ത് എന്ന ഈ വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ, മക്കയാകുന്ന എന്ന പ്രതികൂല സാഹചര്യം, അന്നാട്ടിലെ ജനങ്ങൾ ഏറ്റവും പ്രതികൂല അവസ്ഥയിൽ അവരോട് എങ്ങനെ പ്രതികരിക്കണം, ഇതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നെഞ്ചകം വിശാലമാക്കി കൊടുത്തു അവരോട് സംവദിക്കാൻ വേണ്ടി. രണ്ടാമത്തത്, ഒരു പാപമില്ലാതെയാക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പാപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നുബുവത്തിന് മുമ്പേ ഉണ്ടായിട്ടില്ല, നുബുവത്തിന് ശേഷമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എന്തുകൊണ്ട്? വമാ യന്തിഖു അനിൽ ഹവാ
ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എന്തെങ്കിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹയ്യ് മുഖാന്തിരമാണ് ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പടച്ച തമ്പുരാൻ പറയുകയാണ്. ഈ 3 വലിയ നിഅമത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്തത്. ആ ചെയ്തു കൊടുത്ത നിഅമത്താണ് ആ സൂറത്തു ശറഹിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക ബിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. إن شاء الله അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പിന്നീട് എപ്പോഴും അവസരമുണ്ടാകുമ്പോൾ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നാളെ ഇവിടെ ഞായറാഴ്ച ദിവസം, നാളെ മയ്യത്തുസ്കാരം സിറാജിന്, തിങ്കളാഴ്ചയാണ് നമ്മുടെ മരണപ്പെട്ട നമ്മുടെ സുഹൃത്ത് സിറാജിന് വേണ്ടിയിട്ടുള്ള മയ്യത്തുസ്കാരം. നിങ്ങളെല്ലാ ആളുകളും കഴിയുന്ന ആളുകളൊക്കെ അതിൽ സംബന്ധിക്കണം. നമ്മുടെ സഹോദരന് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെ മിനായിൽ വെച്ച് മിനി ഹാല പടച്ചാന് മീന സബ്ജി മാർക്കറ്റിൽ, അതെന്താണ്? ബുധനാഴ്ച. നാളെ അല്ല, ബുധനാഴ്ച നമ്മുടെ മീന സബ്ജി മാർക്കറ്റിന്റെ അടുത്തുള്ള പള്ളിയിൽ വെച്ച് നമ്മുടെ മൗലിദ് പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നടന്നു വരാറുള്ളതാണ്. അതിലേക്ക് എല്ലാ ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. സ്ത്രീകളില്ലല്ലോ അല്ലേ? സ്ത്രീകളില്ല. ബുധനാഴ്ച ഇശാ നിസ്കാരത്തിന് ശേഷം 7 മണിക്ക് പുറപ്പെടുന്ന ബസ് ഇവിടുന്നുണ്ട്. ഇവിടെ വരികയാണെങ്കിലും പോകാൻ കഴിയും. നാളെ ഇവിടെ ബുർദ മജ്ലിസ് നടക്കുന്നുണ്ട്. നമ്മളെ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ എല്ലാ മാസവും നടത്തി വരാറുള്ള ബുർദ മജ്ലിസാണ്. നാളെ ബുർദ മജ്ലിസിൽ നമ്മളെ മിനി ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇസാ ടിവിയിലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലും എന്നിവയിലൂടെയൊക്കെ ലൈവ് കാണുകയും ശ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ജീവിതത്തിലൊക്കെ ഖൈറും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ശനിയാഴ്ചയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇവിടെ സ്ത്രീകളുടെ ഖുർആൻ ക്ലാസ്, സ്ത്രീ നയിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഖുർആൻ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിയുന്ന സ്ത്രീകളും കുടുംബിനികളൊക്കെ ആ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുക. മിനിഞ്ഞാന്ന് മരണപ്പെട്ട സുബൈർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സായ ചെറുപ്പക്കാരൻ്റെ കഥ മിനിഞ്ഞാന്ന് പത്രങ്ങളിലൊക്കെ വന്നിരുന്നല്ലോ. രാവിലെ നോക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള 30 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ കൊണ്ടുപോകുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സഹോദരൻ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ.
നമ്മൾ ഏത് സമയത്തും മരണത്തിന് തയ്യാറെടുപ്പ് നടത്തണം എന്ന ഒരു സന്ദേശമാണ് ഈ മരണവാർത്തകളൊക്കെ നമ്മെ അറിയിക്കുന്നത്. ഏതൊരു സമയത്തും മരണത്തിന് തയ്യാറായിരിക്കുക. എപ്പോൾ അല്ലാഹു തആല വിളിച്ചാലും റെഡിയാവണമെന്നർത്ഥം. അപ്പം മരണത്തിന് നമുക്ക് ഭയം പാടില്ല. മരണത്തിന് നമ്മൾ റെഡിയായിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയം ഉണ്ടാവില്ല എന്നാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വിവരം സ്വകാര്യമായിട്ട് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി എന്ന് പറഞ്ഞു. രണ്ടാമതൊരു സ്വകാര്യം പറഞ്ഞു, അപ്പൊ പൊട്ടിച്ചിരിച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്വകാര്യം ഇതായിരുന്നു: ഫാത്തിമ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം എന്നിലേക്ക് ആദ്യം വരുന്ന ആൾ നീയായിരിക്കും. ഫാത്തിമ ബീവിനോടാണ് പറയുന്നത്. അതുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. അഥവാ മരിക്കും എന്നാണ് ഈ പറയുന്നത്. അടുത്ത് ഇനി മരിക്കാനുള്ളത് ഫാത്തിമ നീ തന്നെയാണ്. അപ്പം മരണവാർത്ത പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? ഏത് സമയത്തും മരണത്തിന് റെഡിയാണ്. എൻ്റെ ഉപ്പ പോകുന്ന അതേ സ്ഥലത്തേക്ക് എനിക്കും പോകാമല്ലോ. ഇതായിരുന്നു ഫാത്തിമ ബീവിയുടെ ചിന്ത. അപ്പം മരണത്തിന് എപ്പോൾ റെഡിയാണെങ്കിൽ പിന്നെ മരിക്കുക എന്ന് നമ്മൾ എന്ത് അസുഖം വന്നാലും നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. മരണത്തിന് റെഡിയായിട്ട് നിൽക്കുക, അതന്നെ നമ്മുടെ പ്രയാസവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഒരു പ്രവർത്തകന്റെ വീടിന്റെ വാർപ്പ് നാളെയാണ് എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ഉംറയ്ക്ക് പോയൊരു കുടുംബം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ വരാൻ പങ്കെടുക്കാത്ത കുറെ ആളുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഉംറ ടീമിലൊക്കെ ഉണ്ടായ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. വരാൻ കഴിയാത്ത ആളുകളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ക്ലാസ്സൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും, നമ്മുടെ ഓൺലൈനിലൂടെയും മറ്റും. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾക്ക് ദുആ ചെയ്യണം. മക്കളുടെ പഠനത്തിൽ ഉന്നത വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. അനുജന് ഒരു ആൺകുഞ്ഞ് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല അവർക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കട്ടെ. വീട് പണി എളുപ്പത്തിൽ പൂർത്തിയാവാൻ വേണ്ടി അല്ലാഹു തആലയുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടവർ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ. കടത്തിൽ നിന്നൊക്കെ മാറി റാഹത്തായി ഹലാലായ നിലയിൽ ജീവിതം നയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വീട് വെക്കാൻ ഒരു സ്ഥലം വാങ്ങിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കൊടുക്കട്ടെ. കുടുംബത്തിനെ വിസയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും കുടുംബത്തോടൊപ്പം ജീവിക്കാൻ സൗഭാഗ്യം കൊടുക്കട്ടെ. മക്കൾ സ്വാലിഹ്യങ്ങളാകാനും പ്രയാസങ്ങൾ മാറിക്കിട്ടാനും വേണ്ടി അല്ലാഹു തആല അവരുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ബിസിനസ്സിന് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വളരെ വിഷമത്തിലാണെന്നൊരു സഹോദരൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കട്ടെ. മരിക്കുമ്പോൾ ഈമാൻ സലാമത്താകാൻ വേണ്ടി അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും അവരെയും നമ്മെയും എല്ലാവരുടെയും ഈമാനെ സലാമത്താക്കട്ടെ. മകൾക്ക് ഒരു സ്വാലിഹായ സന്താനമുണ്ടാകാൻ വേണ്ടി അല്ലാഹു തആല ആ മകൾക്ക് സ്വാലിഹായ സന്താനം നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ പ്രയാസപ്പെടുത്തുന്ന ഒത്തിരി രോഗങ്ങളുള്ള ആളുകൾ, ആ രോഗങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു തആല ശിഫ നൽകട്ടെ. അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായിരുന്നാലും നമ്മൾ ദുആയിരക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഹൃദയത്തിൽ നിന്ന് ആമീൻ പറയണം, മനസ്സുകൊണ്ട് ആമീൻ പറയണം. അല്ലാഹു തആല നമ്മുടെ രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ, നമ്മുടെ മാരകമായ രോഗങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ശരീരത്തിനകത്തുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ആ സഹോദരൻ ചെറുപ്പക്കാരൻ, ഇന്നലെ നമ്മൾ മജ്ലിസുന്നൂറിൽ ദുആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞുവത്രേ, എയർപോർട്ടിൽ പോകുന്ന വഴിയിൽ വല്ലാത്ത വേദനയുണ്ട്, ഒന്നിനും കഴിയുന്നില്ല, ഈ വേദന എന്നെക്കൊണ്ടേ പോകുള്ളൂ എന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് നീ പ്രത്യേകം ദുആ ചെയ്യണം എന്നോ. സത്യത്തിൽ അത് അങ്ങനെ തന്നെ ഒരു വേദനയായി മാറി. അല്ലാഹു തആല പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ സഹചാരി സെല്ലിനൊക്കെ വേണ്ടി SKSF-ന്റെ മലപ്പുറം ജില്ലാ സഹചാരി സെല്ലിനൊക്കെ വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി സഹായമെത്തിക്കാൻ വേണ്ടി ഓടി നടക്കുകയും ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ മനസ്സിന്റെ പ്രയാസത്തിൽ നിന്ന് മാറിപ്പോകാത്തത്. അല്ലാഹു തആല സഹോദരന് എത്രയും പെട്ടെന്ന് അവരുടെ ഖബറിനെ സ്വർഗത്തിൽ നിന്ന് ഒരു കവാടം അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ.